ഭഗവാനെ, പണത്തോടുള്ള എന്റെ ആർത്തി കാരണം എന്റെ മകൻ ഇങ്ങനെ സംഭവിച്ചത്. എന്റെ കയ്യിലുള്ള പണം മുഴുവൻ ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്റെ പ്രാണന് വിലയില്ലാത്തത് അത് സ്വീകരിച്ചിട്ട് എന്റെ മോനെ വെറുതെ വിടണേ. എന്റെ മരുമോള് അവള് നല്ലവളായിരുന്നു. അവളെ ഇല്ലാതാക്കാൻ നോക്കിയ എന്റെ പാപത്തിനുള്ള ശിക്ഷയായത്. എന്നോട് പൊറുക്കണേ ദേവി. അമ്മ മരുന്നുമായി വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അഴകി, നീ പ്രതീക്ഷ കൈവിടാതിരിക്കുക. അമ്മ വരും. അമ്മ കൊണ്ടുവരുന്ന മരുന്ന് കഴിച്ച് നമുക്ക് സുഖം പ്രാപിക്കാം. എനിക്ക് ഉറപ്പുണ്ട്. എന്റെ മരണത്തിന് കൂട്ടായി അങ്ങേയും അറിയാതെയാണെങ്കിലും ഞാൻ വലിച്ചഴിച്ചല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ആ പാപം ചെയ്ത ഞാൻ തികഞ്ഞൊരു പാപിനിയാണ്. എന്റെ അഴകി, ഒരിക്കലും നീ അങ്ങനെ പറയരുത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ഈ ഭൂമിയിലുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോ നീ പൂജിക്കുന്ന ആ ശ്രീ പരമേശ്വരന്റെ ഇച്ഛയായിരിക്കും നമ്മുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള മരണം. അങ്ങയുടെ അവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രാണൻ പോകുന്ന വേദന ഉള്ളിലുണ്ടെങ്കിലും നിന്റെ ഈ അവസ്ഥ ഓർക്കുമ്പോ 100 മടങ്ങ് വേദന അധികമാവുന്ന പോലെയാ. നെഞ്ചകം പിളർക്കുന്ന വേദനയിലും അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം പനിനീർ പൂവിൽ ഇളങ്കാറ്റ് തഴുകുന്നത് പോലെ എന്റെ വേദനയെ ശമിപ്പിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അങ്ങയുടെ ഭാര്യ പദവി വീണ്ടും അലങ്കരിക്കണം. ആ ഭാഗ്യം ഭഗവാൻ എനിക്ക് തരണേന്ന് മാത്രമാണ് ജീവനറ്റ് പോകുന്ന എന്റെ പ്രാർത്ഥന. നമുക്കൊരു കുഞ്ഞുണ്ടാവണം. അതിനെ താലോലിച്ച് പൊന്നുപോലെ വളർത്തണം. ആ കുഞ്ഞു മുഖം എന്റെ സ്വപ്നങ്ങളിൽ ബാക്കി വെച്ച് നമ്മൾ യാത്രയാവുകയാണ്, അല്ലേ? നമ്മളെ പോലുള്ളവർ വിഗ്രഹാരാധന ചെയ്യാൻ പാടില്ല. അതിന് ദൈവങ്ങൾ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചോണ്ടല്ലേ നമുക്ക് ഈ ഗതി വന്നത്. നമ്മള് മനസ്സിലെ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആവില്ല. ഒരുപക്ഷെ എല്ലാം പരമ്പൊരുളായ ശ്രീ പരമേശ്വരന്റെ പരീക്ഷണങ്ങളാണെങ്കിലോ? ഭിക്ഷ എന്തെങ്കിലും തരണേ. എഴുന്നേക്കണ്ട. ആരെയും കാണാതാകുമ്പോ അവര് പൊയ്ക്കോളും. അത് പാടില്ല. ആരും ഇല്ലേ ഇവിടെ? ഭിക്ഷയാചിച്ച് വരുന്നവരെ വെറും കൈയോടെ മടക്കി അയക്കുന്നത് മഹാ അപരാധത്തിന് തുല്യം. നമ്മുടെ ഈ അവസ്ഥയില് നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും? മരണതുല്യമായ വേദന നമ്മളെ കൊന്ന് തിന്നുകയല്ലേ? അവസ്ഥ ഏതാണെങ്കിലും അവസാന ശ്വാസം നമ്മളിൽ വിട്ടകലുന്ന സമയം പോലും നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. അഴകി, മരിക്കുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന
അവസാനത്തെ നന്മയായിട്ടായിരിക്കാം ഭഗവാൻ ഈ ദാനത്തെ കാണുന്നതെങ്കിലും ഭിക്ഷ എന്തെങ്കിലും തരണേ. എന്നാലും അഴകി, ഇനി ആ പാവത്തിനെ പുറത്ത് കാത്തു നിർത്തി വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആരും ഇല്ലേ ഇവിടെ? അഴകി, എന്ത് വേണം അമ്മ? മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി. വല്ലതും തരണേ. അതിനെന്താ, അമ്മ അകത്ത് കയറിയിരുന്നോളൂ. ഇവിടെ ഭക്ഷണമുണ്ട്. മോളെ, ദൈവം കാക്കട്ടെ. നന്നായി കഴിച്ചോളൂ, വയറ് നിറയട്ടെ. ഭക്ഷണത്തിനായി എത്രയോ വീടുകളിൽ കയറി ഇറങ്ങി യാചിച്ചു, ആരും തന്നില്ല. മോളുടെ മനസ്സ് വലുതാ. അതിനുള്ള പ്രതിഫലം ഈശ്വരൻ തരാതിരിക്കില്ല. വിശക്കുന്നവന്റെ മുന്നില് ദൈവം അന്നമായി എത്തുമെന്നൊരു ചൊല്ലുണ്ട്. മോള് ദൈവതുല്യ, നല്ലതേ വരൂ. അമ്മ കഴിക്കൂ, ഞാനിപ്പോ വരാം. അഴകി, അഴകി, വയറ് കത്തുവാണ്, ചങ്കെല്ലാം എരിയുന്നു, വിഷം വ്യാപിച്ചു തുടങ്ങി. അഴകി, ആ അമ്മ സമാധാനത്തോടെ കഴിക്കട്ടെ. എന്താ എന്താ അയ്യോ, എന്താ? ശ്വാസം മുട്ടുന്നു. നമുക്കിനി അധികം നേരം ഇല്ല അഴകി. കഴിച്ചു തീർത്ത് ആ അമ്മ സന്തോഷത്തോടെ ഒന്ന് പൊയ്ക്കോട്ടെ. അതുവരെയെങ്കിലും നമുക്ക് ശബ്ദം ഉണ്ടാക്കാതിരിക്കാം.